ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. അപ്പം ഞാനിവിടെ ഇറക്കത്താണ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് ഒരു ബിഗിനർ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇറക്കത്ത് ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾക്ക് ഏറ്റവും സംഭവിക്കുന്ന വലിയൊരു അബദ്ധമാണ് കയറ്റങ്ങളിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു വളവ് കണ്ടെന്ന് പറഞ്ഞ് ചിലർ ചെയ്യുന്നതാണ്. വളവ് കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഡയറക്റ്റ് എന്ത് ചെയ്യും, ഫോർത്തിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ഗുഡ്സൺ കട്ടപ്പന എന്ന ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാർ ഡ്രൈവിംഗ് ട്യൂട്ടോറിയലിൽ പഠിക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും ഒരിക്കലും കയറ്റങ്ങളിൽ, ഇറക്കങ്ങളിൽ, നിരപ്പായിട്ടുള്ള റോഡുകളിൽ, വളവുകളിൽ, ഗട്ടറുള്ള റോഡുകളിൽ ഒരിക്കലും ഇങ്ങനെ തേർഡ് ഗിയറിൽ നിന്നോ ഫോർത്ത് ഗിയറിൽ നിന്നോ സെക്കൻഡ് ഗിയറിൽ നിന്നോ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു ട്യൂട്ടോറിയലാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കാർ ഡ്രൈവിങ്ങിൽ നമ്മൾ വളരെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ട്യൂട്ടോറിയലാണിത്. കാരണം നമുക്കൊരു വാഹനം കയറ്റങ്ങളിലും ഇറക്കങ്ങളിലും ഗട്ടറുള്ള റോഡുകളിലും വളവുകളിലൂടെയും ഒക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടി വരും. എന്നാൽ അവിടെയൊക്കെ നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ ചെറുതല്ല. ഒരുപാട് പേർക്ക് മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. ഈ മിസ്റ്റേക്കുകൾ നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കണം. എപ്പോഴാണ് അങ്ങനെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഏത് ടൈമിങ്ങിൽ ഗിയർ കൊടുക്കാമെന്ന് പഠിക്കണം. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അത്തരത്തിലുള്ള റോഡുകളിലൂടെ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് ഞാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഡീറ്റെയിൽസ്, വാട്സപ്പ് നമ്പർ, മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്യാം. നിരപ്പായിട്ടുള്ള റോഡുകളുണ്ട്, വളവുകളുണ്ട്, കയറ്റങ്ങളുണ്ട്, ഇറക്കങ്ങളുണ്ട്, ഗട്ടറുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ആ ഫസ്റ്റ് ഗിയറിൻ്റെ ട്യൂട്ടോറിയൽ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ചെയ്യുന്ന മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് കാണിച്ചു തരാം. അതെങ്ങനെ തിരുത്താമെന്നുള്ളതും പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ നിങ്ങളൊരു ബിഗിനർ ഓടിക്കുന്ന പോലെ തന്നെ ചെയ്ത് കാണിക്കാം. നിങ്ങൾ നോക്കുക. ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് അപ്പോൾ അതൊക്കെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ തുടക്കക്കാർ ഇതുപോലെ ആക്സിലറേഷൻ കൊടുക്കും, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഇടും. ഇപ്പോൾ ചെറിയൊരു കയറ്റമാണ് കയറിപ്പോകുന്നത്. സെക്കൻഡ് ഗിയറിൽ നമ്മളിത് ചെറിയൊരു നിരപ്പ് പോലെയുള്ള ഭാഗമാണ്, എന്നാൽ കുഞ്ഞു കയറ്റമാണ്. സെക്കൻഡ് ഗിയറിലിട്ടു. ഇനി വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് എന്ത് ചെയ്യും, റോഡ് ഇത്തിരി സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തേർഡ് ഗിയറിലേക്ക് ഇതുപോലെ ഇടും. ഇനി ഇങ്ങനെ ഇട്ട് പോകുന്നതിനിടയിൽ ഒരുപാട് പേർക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു അബദ്ധം പറയാം. ഇപ്പോൾ ഒരു ഇറക്കം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് പല ആൾക്കാരും എന്ത് ചെയ്യും, പെട്ടെന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇങ്ങനെ നമ്മൾ ഓടിച്ച് വരുമ്പോൾ ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വലിയ വണ്ടി കയറി വന്നു. അപ്പോൾ നമ്മുടെ വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് വന്ന് വണ്ടിയെ സ്ലോ ആക്കി പതിയെ പോകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും. അതിന് ഇറക്കത്ത് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് ഡയറക്റ്റ് പിടിച്ചിട്ട് പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടും. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് ഒറ്റയടിക്ക് കാലെടുക്കും. ഇപ്പോൾ ഇങ്ങനെ ഞാൻ ക്ലച്ചിൽ നിന്ന് ഒറ്റയടിക്ക് കാലെടുത്തപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് വന്നു. ഇപ്പം മുന്നിൽ പോയ 1-2 ആൾക്കാരുണ്ടായിരുന്നു. അവരിപ്പോൾ നമ്മുടെ വാഹനത്തേക്ക് നോക്കി. കാരണം ആ ഗിയർ ഇട്ടപ്പോഴത്തേനുണ്ടായ ജെർക്ക് വെളിയിൽ നിന്ന് ആൾക്കാർക്ക് വരെ ആ സൗണ്ട് കേട്ടു. പെട്ടെന്ന് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു കുലുക്കവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് വന്നത്. അപ്പം ഞാനിവിടെ ഇറക്കത്താണ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് ഒരു ബിഗിനർ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇറക്കത്ത് ചെയ്യാറുണ്ട്. ഒരു തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഡയറക്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല. പക്ഷേങ്കിൽ ഷിഫ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഒന്ന്, നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും. രണ്ടെന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റാണ്. വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവരുടെ തലയൊക്കെ മുന്നിലുള്ള ഒബ്ജക്റ്റിൽ പോയി ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്, അപകടം വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇറക്കത്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഇറക്കങ്ങളിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ വേഗതയെ നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം മാത്രമേ തേർഡ് ഗിയറിൽ നിന്നോ ഫോർത്ത് ഗിയറിൽ നിന്നോ ഇറക്കങ്ങളിൽ ഫസ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇറക്കങ്ങളിൽ എങ്ങനെയാണ് ഫസ്റ്റ് കൊടുക്കുന്നത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫസ്റ്റ് കൊടുത്ത് ഇങ്ങനെ വണ്ടി എടുത്തു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് സെക്കൻഡ് കൊടുത്തു, തേർഡിലേക്കും വന്നു. ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്.
ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളൊരു മുന്നിലൊരു ഇറക്കത്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പം മുന്നിലൊരു വാഹനം ഓപ്പോസിറ്റ് കയറി വന്നു, നമ്മുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കണം, പെട്ടെന്ന് നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് വരേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തിൻ്റെ വേഗതയെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ഇറക്കം പോകുമ്പോൾ ബ്രേക്കിൽ വന്നാൽ മാത്രമേ വണ്ടിയുടെ വേഗതയെ നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇവിടെ ഞാനിങ്ങനെ തേർഡ് ഗിയറിൽ വരികയാണ്, ഇവിടെ മുന്നിലായിട്ട് ചെറിയൊരു ഇറക്കമുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഇറക്കത്തിലേക്ക് ഇപ്പോൾ ഞാൻ വന്നു തുടങ്ങി. ഇപ്പോൾ എനിക്കിവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയുടെ വേഗത കുറയുക. ഇപ്പോൾ ഒരു 30 കിലോമീറ്റർ ഉള്ള സ്പീഡിൽ വരുന്ന വണ്ടിയുടെ വേഗത കുറഞ്ഞ് ഇപ്പോൾ ഒരു 20 കിലോമീറ്ററിലേക്ക് വരുന്നു, ഇത് വീണ്ടും വേഗത കുറഞ്ഞ് ഇത് 10 കിലോമീറ്ററിലേക്ക് വരുന്നു. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം വരും, ഈ വേഗത കുറയ്ക്കാനായിട്ട് നമ്മൾ പതിയല്ലേ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമല്ലേ, നമ്മൾ പെട്ടെന്ന് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ വണ്ടിയുടെ വേഗത കുറയും. എന്നിട്ട് എന്ത് ചെയ്യണം, ക്ലച്ച് പിടിച്ചിട്ട് തേർഡിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു. നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്കുമില്ല, കറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇറക്കത്ത് വരികയും ചെന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ലെഫ്റ്റ് തിരിയാണ്, നിങ്ങൾ നോക്കി ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിയാണ്. അപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് നമുക്ക് ഇവിടെ ഇറക്കത്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടപ്പോൾ സംഭവിച്ചു. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്കിലേക്ക് വന്ന വാഹനത്തിൻ്റെ വേഗതയെ നിങ്ങൾ കുറയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, തേർഡ് ഗിയറിലോ അല്ലെങ്കിൽ ഫോർത്ത് ഗിയറിലോ പോകുന്ന സമയത്ത് ഒരു ഇറക്കത്ത് ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞതിന് ശേഷം മാത്രമേ ഏതൊരു ഗിയറിൽ നിന്നും നിങ്ങൾ ഇറക്കങ്ങളിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇറക്കത്തിൻ്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നിരപ്പായിട്ടുള്ള റോഡിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാൻ ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് നിരപ്പായിട്ടുള്ള റോഡിൽ ഞാൻ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ നോക്കുക, ഓപ്പോസിറ്റ് ഇപ്പോൾ ഒരു വാഹനം വരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഇതേ പുറകിൽ നിന്നൊരു വാഹനം എൻ്റെ വണ്ടി ഓവർടേക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ സൈഡിലേക്ക് ഒതുക്കി കൊടുക്കുകയാണ്. ഒതുക്കി കൊടുക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് എന്ത് ചെയ്യും, ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ക്ലച്ച് പിടിച്ച് ഞാനിവിടെ ഡയറക്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് ക്ലച്ച് എന്നെടുത്തു. ഇപ്പോഴും വാഹനത്തിൻ്റെ ഉള്ളിൽ കണ്ടോ വല്ലാത്തൊരു ജെർക്ക് വന്നു. കാരണം എന്താണ്, നമ്മൾ തേർഡ് ഗിയറിൽ നിന്ന് നിരപ്പായിട്ടുള്ള റോഡിൽ ഫസ്റ്റ് ഗിയർ കൊടുത്തത് പ്രോപ്പർ അല്ല. മനസ്സിലായോ? വാഹനത്തിൻ്റെ ഉള്ളിൽ വല്ലാത്ത ജെർക്ക് വന്നു. അപ്പം നിരപ്പായിട്ടുള്ള റോഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നിരപ്പായിട്ടുള്ള റോഡിൽ നമ്മളിത് സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ വന്നു കഴിഞ്ഞാലും ഇവിടെ നമ്മൾ നിർബന്ധമായിട്ടും വാഹനത്തിൻ്റെ വേഗതയെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കാതെ നിങ്ങളിപ്പോൾ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ വരുമ്പോഴത്തേന് നിങ്ങൾ ആദ്യം സെക്കൻഡ് ഗിയറിലേക്ക് വരിക. മനസ്സിലായോ? സെക്കൻഡ് ഗിയറിലേക്ക് വന്ന് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുക. അപ്പോൾ തന്നെ വാഹനത്തിൻ്റെ വേഗത കുറയും. ഇപ്പോൾ പറയുന്നൊരു വാഹനം വരുന്നു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു, ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ നിങ്ങളുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കണം. അപ്പോൾ അതിന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് വരാതെ എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. സെക്കൻഡ് ഗിയറിലേക്ക് വന്നിട്ട് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ വേഗത സ്ലോ ആകും. മനസ്സിലായോ? സ്ലോ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിയെ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കാം. ഇനി വാഹനത്തിൻ്റെ വേഗത തീർത്തും സ്ലോ ആയി, ഒറ്റയടിക്ക് തന്നെ നമ്മൾ ബ്രേക്കിലേക്ക് വന്നപ്പോൾ സ്ലോ ആയെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. അപ്പം നിങ്ങൾ ബ്രേക്കിൻ്റെ അളവ് ഒറ്റയടിക്ക് വന്ന് സ്ലോ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ, ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. പക്ഷേങ്കിൽ വണ്ടിയുടെ വേഗത സ്ലോ ആകുന്നത് പതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരപ്പായിട്ടുള്ള റോഡിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചാൽ ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു, എൻ്റെ വണ്ടിയുടെ വേഗത എനിക്ക് കുറയ്ക്കണം, പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് വരണം. ബ്രേക്കിലേക്ക് വന്ന് ഞാൻ ക്ലച്ച് പിടിച്ച് ഇത് തേർഡിൽ നിന്നും മെല്ലെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. അപ്പോൾ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ വേഗത അത്യാവശ്യം കുറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് എന്ന് പതിയെ കാലയച്ചപ്പോൾ നിങ്ങൾ നോക്കിയേ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്തെങ്കിലും ജെർക്കുണ്ടോ, പ്രോപ്പറായിട്ട് നമുക്ക് ഗിയർ ഇടാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ നിരപ്പായിട്ടുള്ള റോഡിൽ ഇതും നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് ഏറ്റവും സംഭവിക്കുന്ന വലിയൊരു അബദ്ധമാണ് കയറ്റങ്ങളിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയും, സെക്കൻഡ് ഗിയറിലിട്ട് ഞാൻ ഇങ്ങനെ വരികയാണ്, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇട്ടു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു. ചില ആൾക്കാർക്ക് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് അബദ്ധത്തിൽ ഫസ്റ്റ് ഗിയർ ഇടും. ഇപ്പോൾ ഫോർത്തിൽ ഇങ്ങനെ വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കയറ്റം കയറാനായിട്ട് തേർഡ് ഗിയർ മതി. ചിലരെന്ത് ചെയ്യും, ഇവിടെ ഒരു കയറ്റം കണ്ടല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, ഫോർത്തിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റിലേക്ക് ഇത് ഇങ്ങനെ ഇടും, ക്ലച്ച് എന്ന് എടുക്കും. ഇവിടെയും വീണ്ടും ജെർക്ക് വന്നു, കണ്ടോ? മനസ്സിലായോ? അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്തിൽ നിന്ന് തേർഡ് വന്ന് സെക്കൻഡ് വന്ന് പതിയെ കയറി പോകാനുള്ള ഒരു കയറ്റേ ഉള്ളൂ. പക്ഷേ ഒരു കയറ്റം കണ്ടാൽ ഉടൻ അപ്പോഴേ ഫസ്റ്റ് കൊടുക്കും. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. മനസ്സിലായോ? അങ്ങനെ ചെയ്യാനേ പാടില്ല. നിങ്ങളൊരു മുന്നിൽ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ പോകുന്ന സമയത്ത് മുന്നിലായിട്ട് ചെറിയൊരു കയറ്റമാണ് കാണുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഫോർത്തിലേക്ക് വരിക. ഫോർത്തിലാണ് വരുന്നതെങ്കിൽ തേർഡിലേക്ക് വരിക.
തേർഡിലേക്ക് വന്ന് പതിയെ കയറി തുടങ്ങാനായിട്ട് ശ്രമിക്കുക. കയറുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും സെക്കൻഡ് കൊടുക്കുക. സെക്കൻഡിലും കയറുന്നില്ലെങ്കിൽ വീണ്ടും ഫസ്റ്റ് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ വലിയ ജെർക്കില്ലാതെ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഡയറക്റ്റ് ഒന്നിലേക്ക് ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് നിരപ്പായിട്ടുള്ള റോഡിൽ ഒരു 30-35 കിലോമീറ്റർ വേഗത വരും. പെട്ടെന്ന് കയറ്റം കണ്ട് ഫസ്റ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ഭയങ്കരമായിട്ടുള്ള ഒരു ജെർക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ വരും. നമുക്ക് വലിയ ബുദ്ധിമുട്ട്, വാഹനം ഓടിക്കുന്ന ആൾക്കും യാത്ര ചെയ്യുന്നവർക്കും ഒക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യണം? ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഫസ്റ്റ് കൊടുത്തു, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഞാനിതിവിടെ വണ്ടി ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഞാനിവിടെ ലെഫ്റ്റ് ചെയിൻ എടുക്കാമെന്ന് നിങ്ങൾ നോക്കുക. ഒരു ചെറിയൊരു ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു ചെയിൻ ഞാനിങ്ങനെ എടുത്തു. വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇട്ടു. ഇപ്പം ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാനായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ തേർഡ് ഗിയറിലേക്ക് ഇട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു കയറ്റം കണ്ടു. കയറ്റം കാണുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തേടി പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കയറി വരികയാണ്. ഇവിടെ ഇനി കയറുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറഞ്ഞ് തുടങ്ങി തീർത്തും റണ്ണിങ് നിൽക്കരുത്. അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നു? ക്ലച്ച് പിടിച്ചിട്ട് ഫസ്റ്റ് ഇടുന്നു, ക്ലച്ച് എന്ന് പതിയെ അയക്കുന്നു. കണ്ടോ? അപ്പോൾ എന്ത് സ്മൂത്തായിട്ടാണ് നമ്മൾ വാഹനം എടുത്തത്. അപ്പോൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് അബദ്ധവശാൽ നമ്മളൊരു തേർഡ് ഗിയറിൽ കയറി വരുന്നു. പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് ഒരു വണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരാളോ ഒക്കെ കണ്ടു. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വാഹനത്തെ സ്ലോ ചെയ്തിട്ട് കയറ്റത്ത് ഫസ്റ്റ് കൊടുക്കണം. അപ്പം നമ്മളൊരു തേർഡിലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കാം. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ വാഹനത്തെ തീർത്തും സ്ലോ ആയിട്ട് മാത്രമേ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യരുത്. ഇനി ഒരു വളവിലും ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. ഇപ്പം നിങ്ങൾ നോക്കി, ഒരു സെക്കൻഡ് ഗിയർ പോവാണ്. വീണ്ടും ഞാൻ തേർഡിലേക്ക് ഇട്ടു, വീണ്ടും ഞാൻ ഫോർത്തിലേക്ക് ഇട്ടു. നേരപ്പായിട്ടുള്ള റോഡിൽ ഇങ്ങനെ വരികയാണ്. നാലാമത് ഗിയർ വന്നു. ഇപ്പോൾ ഇവിടെ ഒരു വളവ് കണ്ടെന്ന് പറഞ്ഞ് ചിലർ ചെയ്യുന്നതാണ്. വളവ് കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഡയറക്റ്റ് എന്ത് ചെയ്യും? ഫോർത്തിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കും. ചെയ്യരുത്. ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം തേർഡ്. മനസ്സിലായോ? തേർഡിലേക്ക് ഇട്ടിട്ട് പതിയെ കയറി പോകാൻ നോക്കുക. ഇനി കയറുന്നില്ലെങ്കിൽ വീണ്ടും സെക്കൻഡ്. അങ്ങനെ നമ്മൾ വളവ് തിരിയാൻ പാടുള്ളൂ. അത് ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ വരുന്ന വളവായിക്കോട്ടെ, ചെറിയ കയറ്റങ്ങളിൽ വരുന്ന വളവായിക്കോട്ടെ, ഇങ്ങനെ തിരിയാവുള്ളൂ. ഇനി നമുക്ക് എസ് ടൈപ്പ് പോലെയുള്ള വളവുകൾ വരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ അവിടെ കൃത്യമായിട്ടും വാഹനത്തിൻ്റെ വേഗത നിങ്ങൾക്ക് എന്തായാലും കുറയ്ക്കേണ്ടി വരും. ഒരു എസ് ടൈപ്പ് പോലത്തെ ഉള്ള ഒരു വളവാണ് വരുന്നത്. അവിടെ നിങ്ങൾ നിർബന്ധമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വാഹനം ആ ഒരു അത്തരത്തിലുള്ള വളവുകൾ നിങ്ങൾ കയറി പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. ഓക്കെ, ബൈ.